ഉണ്ട്. അതെ, അത് പിന്നെ എൻ്റെ ജനാധിപത്യ മൂല്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ മുനിസിപ്പാലിറ്റി വന്നത്. അതിനെതിരെയാണ് അവർ ഇത്ര ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പ്രതിഷേധമുണ്ട്. അപ്പം ഇതിന് എതിരായിട്ട് കൊടുക്കാൻ വേണ്ടി ചെയർപേഴ്സൺ ചെയ്ത കാര്യവും തെറ്റാണ്. വേണം. അത് എന്തിനാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഈ സംഭവം നടത്തി? എന്തിനാ? അതിനും പ്രതിഷേധമുണ്ട്. അതെ, പുറത്തേക്ക് പോകാൻ തന്നെയാണ്. അതായത് ഇനി ഔദ്യോഗികമായി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇത്തരം വിഷയം ഇതാണല്ലോ. അപ്പൊ ഇനിയുള്ളതെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഇത്തരം വിഷയങ്ങളിലൊക്കെ UDF-നൊപ്പം നിൽക്കാനാണ്. അപ്പൊ ഇപ്പൊ അവര് പറഞ്ഞ ന്യായമല്ലേ? ആ ന്യായത്തിന്റെ ഒപ്പം ഞാൻ നിൽക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. എന്തോ UDF-മായി സഹകരിച്ച് പ്രവർത്തിക്കും. UDF-ആയിട്ട് സഹകരിക്കും. ഈ നിലപാടാണെങ്കിൽ, ഇതേ നിലപാട് ഇവരെടുക്കുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. ഇതിപ്പോ നിങ്ങൾ കണ്ടല്ലോ, അത് അവര് പറയുന്നതിനകത്ത് 100% ന്യായമില്ലല്ലോ. പാർട്ടി ചതിച്ചു എന്നുള്ളതാണ്. പാർട്ടി ചതിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതെ, അതായത് അവർ ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുന്നു, പാർട്ടി എന്നെ ചതിച്ചു, വർഷങ്ങളായി വിശ്വസിച്ച് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ്, ആ പ്രസ്ഥാനത്തിൽ നിന്ന് തനിക്ക് നീതി കിട്ടിയില്ല, തനിക്കൊപ്പം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് UDF ആണ്. UDF പ്രതിപക്ഷ കൗൺസിലർമാർ ഇന്ന് തന്റെ വിഷയം ചർച്ച ചെയ്യണമെന്ന് കൗൺസിലിൽ ആവശ്യപ്പെട്ടു. അതിന് പോലും തയ്യാറായില്ല ചെയർപേഴ്സൺ. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം വിഷയങ്ങളിൽ, ന്യായമായ വിഷയങ്ങളിൽ UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ താൻ ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അവരുടെ കൂടുമാറ്റമടക്കമുള്ള വിഷയങ്ങളിലേക്കൊക്കെ വരും. കൗൺസിലർ സ്ഥാനം രാജിവെക്കില്ല എന്നവർ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇനി നിയമപരമായ കാര്യങ്ങളിലൊക്കെ ആക്കി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് നേരത്തെ കലാരാജു പ്രതികരിച്ചത്. അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ കലാരാജുവിന്റെ ഭാഗത്ത് തന്നെ വന്നിരിക്കുന്നു. ഇനി കൗൺസിലിൽ ഉയരുന്ന, അതായത് അനുകൂലമായി UDF-ന് അനുകൂലമായി സ്വീകരിക്കാൻ പറ്റുന്ന നിലപാടുകളാണ് എങ്കിൽ ആ ഘട്ടത്തിൽ അവർക്കൊപ്പം താൻ പിന്തുണക്കും, ജനകീയ വിഷയങ്ങളിൽ UDF-നൊപ്പം നിലകൊള്ളും, അത്തരം വിഷയങ്ങളിലൊക്കെ നിലകൊള്ളും. ഒരു തരത്തിലും ഇനി പാർട്ടിയുമായി സഹകരിക്കാനില്ല എന്നവർ അടിയുറച്ച് പറയുകയാണ്. കാരണം അത്രമേൽ നാണക്കേട്, അത്രമേൽ വേട്ടയാടൽ പാർട്ടിയുടെ ഭാഗത്ത് തനിക്കുണ്ടായി. തന്നെ വേട്ടയാടി വഴിയിലിട്ട് വലിച്ചിഴച്ചിട്ട് പോലും സംസ്ഥാന സമിതിയും അത് കണ്ട് കൈയടിക്കുന്ന ഒരു ജില്ലാ സമ്മേളനവുമാണ് എറണാകുളത്തുണ്ടായത്. അതൊക്കെ CPM പരിശോധിക്കാൻ തയ്യാറാണ്. ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിൽ അതിരൂക്ഷമായ ആക്രമണം ഉണ്ടായപ്പോൾ അതിൽ പാർട്ടി സ്വീകരിച്ച നിലപാട് ശരി എന്നാണ് ജില്ലാ സമ്മേളനം എടുത്ത തീരുമാനം. അല്ലെങ്കിൽ അതിന് വലിയ കയ്യടിയൊക്കെ കിട്ടിയിരുന്നു. അതൊക്കെ പാർട്ടി പരിശോധിക്കണം. സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന, സ്ത്രീപക്ഷ മുന്നേറ്റമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന അത്തരം പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സർക്കാർ ഭരിക്കുന്നിടത്താണ് ഒരു സ്ത്രീയെ റോഡിൽ വലിച്ചിഴച്ചിയത്. അത് അവരുടെ പാർട്ടിക്കാരിയായ ഒരു സ്ത്രീയെ വലിച്ചിഴച്ചത്. അവർക്ക് പോലും നീതി കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ആ പ്രസ്ഥാനത്തോടൊപ്പം ഇനി തുടരേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കലാരാജു എത്തിയിരിക്കുന്നു. ഒപ്പം അത് ആ ഘട്ടത്തിൽ അവർ UDF-നൊപ്പം ചേർന്ന് നിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം മാത്രമാണ് ഇനി അതിൽ ബാക്കിയായുള്ളത്. പക്ഷേ അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ സാങ്കേതികത്വമൊക്കെ അവിടെ വലിയ പ്രശ്നമായി നിൽക്കും. അവർ CPM ചിഹ്നത്തിൽ, അല്ലെങ്കിൽ അരിവാൾ ചുറ്റിയ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച കൗൺസിലറാണ്. അപ്പോൾ UDF-നൊപ്പം പ്രവർത്തിക്കുമ്പോൾ യോഗ്യത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയായി മാറാനുള്ള സാധ്യതയുണ്ട്. അതിനെല്ലാം നിയമപരമായ സഹകരണം നിലവിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഒക്കെ അവർക്ക് നൽകുമെന്ന് ഉറപ്പ് അവർക്ക് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ കലാരാജുവിനെ വേട്ടയാടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ അവരുടെ മകനെതിരെ കേസെടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇനി ആ പ്രസ്ഥാനവുമായി താനില്ല, ആ പ്രസ്ഥാനവുമായി ഒരു സഹകരണത്തിനും താനില്ല എന്ന് അവർ പറയുകയാണ്. ഇപ്പോൾ ചേംബറിന് മുൻപിൽ ചെയർപേഴ്സന്റെ നിലപാടിനെതിരെ പ്രതിഷേധിക്കുകയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ. നേരത്തെ സാധാരണഗതിയിൽ 7 ദിവസം മുമ്പ് നോട്ടീസ് നൽകിയാണ് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാറെന്ന അത്തരം നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചില്ല. ചട്ടവിരുദ്ധമാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം എന്നാണ് ഈ ഘട്ടത്തിൽ ചെയർപേഴ്സൺ പറയുന്നത്. മാധ്യമങ്ങളോട് പുറത്തു പോകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് കൗൺസിൽ യോഗവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് പുറത്തേക്ക് പോകണം എന്നവർ ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്ത ഘട്ടത്തിൽ അവർ പുറത്തേക്ക് പോകുന്നു. അവർക്കൊപ്പം കലാരാജുവും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കലാരാജു വാക്കൌട്ട് നടത്തി അവർ പുറത്തേക്ക് പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് ചേംബറിൽ മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുകയാണ്. അതായത് ഈ വിഷയത്തിൽ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ചെയർപേഴ്സൺ. പ്രത്യേകിച്ച് ഈ വാഹനം കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ചത് ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനമാണ്. ആ വാഹനം ഓടിച്ചുപോയ ഏരിയ കമ്മിറ്റി അംഗമാണ്. ആ വാഹനം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. അതിന് ചെയർപേഴ്സൺ മറുപടി പറയണം. കൗൺസിലിന്റെ അല്ലെങ്കിൽ കൂത്താട്ടുകുളം നഗരസഭയുടെ ഒരു ഔദ്യോഗിക വാഹനം